മച്ചാൻസ് പൊളേനല്ലേ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് എക്സ്പോ 2020 റൗണ്ട് ബോട്ടാണ്. തന്തൂരി ചിക്കനൊന്നും ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല, ഉള്ളിക്ക് തീരെ മസാല ഒന്നും ഇറങ്ങാത്ത ഒരു നല്ലൊരു പൊളപ്പം ഗിഫ്റ്റ് കിട്ടിയിരുന്നു. അസ്സലാമു അലൈക്കും മച്ചാൻസ് പൊളേനല്ലേ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങളിത് ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് പോവാണ്. ജസ്റ്റ് ഇങ്ങനെ അലൈൻ കൂടി ഒന്ന് കറങ്ങുകയാണ്. ഇവിടെ ഏതെങ്കിലുമൊക്കെ ഒരു പാർക്കൊക്കെ തുറന്നിട്ടുണ്ടോ അങ്ങനെ നോക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെയാണ് ഈ കുറച്ച് നേരം അവിടെയൊക്കെ ജസ്റ്റ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതിയിട്ട്. ആദമിന് ഭയങ്കര ബോറടിച്ച് അപ്പോൾ ഓനെയും കൊണ്ട് എങ്ങോട്ടേലും ഒന്ന് ഇറങ്ങാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോവാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ നിങ്ങൾ നല്ല സപ്പോർട്ടും കുറേ ആൾക്കാർ കണ്ടിട്ട് കുറേ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അതിന് താങ്ക്സ്. പിന്നെ ഇതുപോലെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനോടും ഫാമിലിനോടും എല്ലാവരോടും പറഞ്ഞ് നിങ്ങൾ ഷെയർ ചെയ്യണം. ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഓക്കെ പ്ലീസ്. ഓക്കെ, നമ്മൾ അവിടുത്തെ കാഴ്ചകളും എന്തൊക്കെയൊന്ന് കാണാൻ പറ്റുമെന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ ശരി. അപ്പോൾ നമ്മൾ ഈ പോണ വഴിയിൽ തന്നെ നല്ല ഗ്രീനറി കാണാൻ. ഈ അലൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇവിടെ ഭയങ്കര ഗ്രീനറിയാണ്. നമ്മളെ കേരളത്തെ പോലെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരിക്കലും മടുക്കൂല ഡ്രൈവിംഗ് ഒന്നും. നല്ല ഗ്രീനറിയാണ്. ഫുള്ള് റോഡ്സും കാര്യങ്ങളും എല്ലാ സ്ഥലങ്ങളിലും ഇവിടെ ഗവൺമെൻറ് അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ വഴി പോകുമ്പോൾ എന്നും ഇങ്ങനെ ഈ റൗണ്ട് ബോട്ട് കാണും. അപ്പോൾ ആദമിന് ഈ റൗണ്ട് ബോട്ട് എത്തുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവിടെ കുറേ ഡോൾസും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. ഇത് എക്സ്പോ 2020 റൗണ്ട് ബോട്ടാണ്. അപ്പോൾ ഓനെന്ന് അവിടെ നിർത്തി കാണിച്ചു കൊടുത്തതാണ്. ഏകദേശം നമ്മൾ ഗ്രീൻ മൊബസറിൻ്റെ അവിടെ എത്താനായി. ജബലഫീദിൻ്റെ താഴത്താണ് ഈ ഗ്രീൻ മൊബസറ. അപ്പോൾ അന്ന് നമ്മൾ ജബലഫീദിൽ പോയിന വീഡിയോൻ്റെ ഒക്കെ ലിങ്ക് ആൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ ഗ്രീൻ മൊബസീറിൽ എത്താനായി എന്നുള്ളൊരു സൂചനയാണ്. ഫുള്ള് ഗ്രീനറിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അടിപൊളിയാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ ഗ്രീൻ മൊബസർ എത്തി. അവസാനം അയ്യോ പണി പാളിയോ, ഗ്രീൻ മൊബസർ ക്ലോസ് ആണ്. അയ്യോ പണി പാളി. അപ്പോൾ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ഗ്രീൻ മൊബസറ വരെയൊക്കെ എത്തി. പക്ഷേ എന്താ ചെയ്യുക, ഈ കോവിഡ് കാരണം ഇപ്പോഴും ഗ്രീൻ മൊബസറ പാർക്ക് ഓപ്പൺ ആയിട്ടില്ല. അത് ക്ലോസ്ഡ് ആയിരുന്നു. ഇവര് പറഞ്ഞിരുന്നു എന്തായാലും അത് ക്ലോസ്ഡ് ആയിരിക്കും. ഞാനാ പറഞ്ഞു ഒന്ന് പോയി നോക്കാം. എന്തായാലും അത് പോയി. നമ്മൾ എന്തായാലും പ്ലാൻസ് മാറ്റി. ഗ്രീൻ മൊബസറ എന്നുള്ള പ്ലാൻ ഏതാണ്ട് കോളായി. അത് ഇൻഷാല്ലാ പിന്നെ എപ്പോഴേലും നമുക്ക് പോവാം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ടൗണിലൊരു നോർത്ത് ഇന്ത്യൻ ഫുഡും ചാറ്റ് ഐറ്റംസും ഒക്കെ കിട്ടുന്ന ഒരു കട ഉണ്ട്. അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ ടൗണിൽ തന്നെയാണ്, ക്ലോക്ക് ടവറിൻ്റെ ഒക്കെ അടുത്തായിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങളൊരു ദഹി ബട്ടാട്ട പൂരിയും ഒരു സമൂസ ചാട്ടുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത്. പിന്നെ തന്തൂരി ചിക്കനും. ഹോട്ടലിൽ കയറിയതിൻ്റെ മുന്നേ ഞാനൊന്ന് ആദ്യം ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കി. കാരണം കോവിഡ് കാരണം നമ്മൾ ഫാമിലി ആയിട്ട് കയറുമ്പോൾ അതിൻ്റെ കറക്റ്റ് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ഒരു ഫാമിലിക്ക് ഇരിക്കാൻ കറക്റ്റ് ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഉള്ളിലോട്ട് കയറിയത്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടുത്തെ തന്തൂരി ചിക്കനൊന്നും ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല, ഉള്ളിക്ക് തീരെ മസാല ഒന്നും ഇറങ്ങാത്ത ഒരു ടൈപ്പ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ചട്നിയൊക്കെ എന്ന് പറഞ്ഞാൽ വല്ല വെള്ളം പോലെ ഉണ്ടായിരുന്നു. ഒരു ടൈറ്റ് അല്ല ചട്നി ഒന്നും, ഒരു സുഖമല്ല മൊത്തം. പക്ഷേ ചാറ്റ് ഐറ്റംസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഫുഡിന് നമ്മൾ കുറ്റം പറയല്ല, പക്ഷെ ഇതിലേറെ നന്നായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇതാ ഒരു നല്ലൊരു സർപ്രൈസ്. അവിടെ പാർക്കിംഗ് ഉണ്ടായത് ഞാൻ അറിഞ്ഞില്ല. ടൗൺ ഏരിയയിൽ ഫുള്ള് പാർക്കിംഗ് വന്നിക്കണു. അപ്പം ഞങ്ങൾക്ക് കിട്ടിയ ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. എന്താ ചെയ്യുക, ഒരു 200 dirhams. അപ്പം ഞങ്ങൾ ചെറിയ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചെത്തി. പക്ഷെ ഇന്ന് സ്ഥലങ്ങളൊന്നും കാര്യമായിട്ട് കാണാനൊന്നും കഴിയില്ല. പക്ഷെ നല്ലൊരു പൊളപ്പം ഗിഫ്റ്റ് കിട്ടിക്കണു. അപ്പോ അവിടുന്ന് കഴിച്ച തന്തൂരി ചിക്കനൊന്നും അത്ര പോരായിരുന്നു കേട്ടോ. മസാലയും കാര്യങ്ങളൊന്നും തീരെ ഉള്ളിൽ ഇറങ്ങാതെ ഒരു ടൈപ്പ് ആയിരുന്നു.
അപ്പോൾ സാന അന്ന് ഉണ്ടാക്കിയ ഒരു അടിപൊളി തന്തൂരി റെസിപ്പി ഉണ്ടായിരുന്നു, ഒരു ഫെയിൽ പ്രൂഫ് റെസിപ്പി. അപ്പൊ അത് സാനന്റെ നമ്മള് അത് വിശദീകരിച്ച് നിങ്ങള് മലയാളത്തിൽ സാന പറഞ്ഞു തരും. അപ്പൊ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പൊ ഇത് കണ്ടല്ലോ, കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് അടിപൊളി ഫെയിൽ പ്രൂഫ് റെസിപ്പിയാണ്. ഫെയിൽ പ്രൂഫ് പറയാൻ കാരണം ഇത് ഈ മസാലയും ഈ ടെക്നീക്സും ഈ സ്റ്റെപ്സും ഫോളോ ചെയ്തുണ്ടാക്കി എന്തായാലും തന്തൂരി ചിക്കൻ ഉറപ്പാണ് അടിപൊളിയാവും. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ലെഗ്സും തായ്സും ആണ് അധികം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 2 ബോക്സ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് മസാല ഉള്ളിൽ വരെ കയറാൻ വേണ്ടി കുറച്ച് സ്ലിറ്റ്സ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് സ്ലിറ്റ്സൊക്കെ ഇട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തും. എന്നിട്ട് നമ്മളിനി ഫസ്റ്റ് മൂവ് ചെയ്യുന്നത് ഇതിൻ്റെ ഫസ്റ്റ് മാരിനേഷനാണ്. ഇതിൽ 2 സ്റ്റെപ്പ് മാരിനേഷൻ. അപ്പോൾ ഫസ്റ്റ് മാരിനേഷൻ്റെ ഇൻഗ്രീഡിയൻസ് ചെറുനാരങ്ങ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ മുളക് പൊടിയും കൂടിയാണ്. അപ്പോൾ ഞാനൊരു 1.5-2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ഫുൾ ചെറുനാരങ്ങയുടെ നീരും ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് നന്നായി ഇത് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 1 ടീസ്പൂൺ 2 ടീസ്പൂൺ മുളക് പൊടി ഡയറക്റ്റ്ലി ചിക്കനിലിട്ട് ഉപ്പിട്ട് നല്ലോണം പുരട്ടിയിട്ടാണ് ഈ മസാല ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ മാരിനേഷൻ്റെ മുന്നേ കുറച്ച് മുളക് പൊടി ഇടുന്നതിന് കാരണം നമ്മൾ ആ തന്തൂരി ചിക്കന് ആ കളർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പകരം നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയും കൂടി യൂസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് മാരിനേഷനാണ്. അപ്പോൾ അതിനൊരു ഫുൾ കപ്പ് തൈര് എടുക്കുക. ഇനി തൈരിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ജീരകപ്പൊടിയും കൂടിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടിയാണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്കിവിടെ കാശ്മീരി മുളക് പൊടി ഇടാം. ഞാൻ സാധാ മുളക് പൊടി 1 ടീസ്പൂൺ ആഡ് ചെയ്ത് എന്നിട്ട് ചെറുനാരങ്ങയുടെ നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കസൂരി മേത്തി, അതായത് ഉലുവൻ്റെ ഇല ഉണക്കിയത്, ഡ്രൈഡ് ഫെനുഗ്രീക്ക് ലീവ്സ് എന്ന് പറയും. അത് നന്നായി ഹാൻഡ് ക്രഷ് ചെയ്തിട്ട് കയ്യിൽ വെച്ച് നന്നായി ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊരു ടീസ്പൂൺ. പിന്നെ കുറച്ച് ഉപ്പും ലേശം വിനീഗറും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ സെക്കൻഡ് മാരിനേഷൻ റെഡിയായി. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യാണ്ട് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. തന്തൂരി മസാല ഒരു ടേബിൾ സ്പൂൺ മൊത്തം ആഡ് ചെയ്യാം. ഓക്കെ, ഇനി അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മുടെ സെക്കൻഡ് മാരിനേഷൻ കൂടി റെഡി. ഇനി ഫസ്റ്റ് മാരിനേഷൻ ഒരു 15-20 മിനിറ്റ് വെച്ച ശേഷമാണ് സെക്കൻഡ് മാരിനേഷൻ നമ്മളിതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ സെക്കൻഡ് മാരിനേഷൻ നമ്മൾ ആഡ് ചെയ്ത ശേഷം നമ്മൾ ഓരോ പീസ്, അതായത് നമ്മൾ വരഞ്ഞു വെച്ച ഓരോ പീസുമേ നന്നായി മസാല ഉള്ളിൽ വരെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഇനി ഇത് മിനിമം ഒരു 2 to 3 മണിക്കൂർ വേണം ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്യേണ്ടത്. ഞാനിത് മാരിനേറ്റ് ചെയ്തത് ഏകദേശം രാവിലെ 7:00 അപ്പം ഞാനിത് എടുത്തത് ഒരു 12-12:30 എന്നിട്ട് എടുത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിൽ കയ്യിലെടുത്ത് നന്നായിട്ട് പരറ്റി കൊടുക്കുക. അതുവരെ ഞാൻ കനലും സെറ്റാക്കി വെച്ചു. നമുക്കിതിന് ഇന്ന് സ്മോക്ക് ചെയ്യണം. അപ്പോൾ കനൽ ഞാൻ ചിരട്ടയാണ് യൂസ് ചെയ്ത്, കോക്കനട്ട് ഷെൽ. അത് എടുത്ത് ഒരു അലുമിനിയം ഫോയിലിൽ പെട്ടെന്ന് വെച്ച് അതിക്കൊരു ടേബിൾ സ്പൂൺ ഓയിൽ ഇടുക. എന്നിട്ട് ഇത് നന്നായി മൂടി വെക്കുക. ആ സ്മോക്ക് അങ്ങോട്ട് പുറത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ബെറ്റർ നിങ്ങൾ ഇതിൻ്റെ മുകളിലൊരു ക്ലോത്ത് ഇടുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നല്ലത്. ആ സ്മോക്ക് എത്രത്തോളം അതിൻ്റെ ഉള്ളിൽ കിടക്കും അത് അത്രയും ടേസ്റ്റ് കൂടുകയേ ചെയ്യുള്ളൂ. വീട് മൊത്തം തന്തൂരിൻ്റെ സ്മെല്ലായിരുന്നു ആ ടൈമിൽ, ആ ഒരു സ്മോക്കിൻ്റെ സ്മെൽ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഓവനിലാണല്ലോ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗ്രില്ല് നന്നായി ഒന്ന് ഓയിൽ ചെയ്ത് കൊടുക്കുക, ബ്രഷ് ചെയ്ത് കൊടുക്കുക ഓയിൽ. എന്നിട്ട് ഓരോ പീസ് ഇങ്ങനെ ഗ്യാപ്പ് ഇടവിട്ടിട്ട് വെച്ച് കൊടുക്കുക. ഈ മസാലയ്ക്ക് ഇങ്ങനെ ഓവനിൽ വെറ്റി സ്പ്രെഡ് ആവും കരുതി അലുമിനിയം ഫോയിൽ ചുറ്റിയ ഒരു ട്രേ ആണ് നമ്മൾ അടിയിൽ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഓവൻ ഇല്ലാത്തവർ ഇത് കനലിലും ചുട്ടെടുക്കുക കേട്ടോ. ഓവൻ്റെ നമ്മൾ ബോട്ടം ഫ്ലെയിമും ടോപ്പ് ഫ്ലെയിമും, അതായത് മുകളിൽ നിന്നും താഴത്തുനിന്നും ഒരേപോലെ വേണം ഹീറ്റ് കിട്ടാൻ. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഹീറ്റിൽ വെച്ചൊരു 40 മിനിറ്റാണ് മിനിമം നമ്മളിത് ചെയ്യേണ്ടത്. ഇതാണ് സീക്രട്ട് ടിപ്പ്, ജ്യൂസി ആവുന്ന ഒരു ടിപ്പ്. നമ്മൾ ബാക്കി വന്ന മസാലയിൽ ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ചിക്കൻ പീസ് മറിച്ചിട്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ മുന്നേ നമ്മളൊരു ലെയറും കൂടി മസാലേൻ്റെ അതിന് ബ്രഷ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. എന്നിട്ട് വീണ്ടും ഒരു 5 to 10 മിനിറ്റ് ആ ഫ്ലെയിമിൽ കിടന്ന് ഗ്രില്ലാവട്ടെ. എന്നിട്ട് നമ്മളിത് ഇനിയാണ് മറിച്ചിടേണ്ടത്. എല്ലാ പീസസും നന്നായി നമ്മൾ മറിച്ചിടാം. ഇത് കണ്ടല്ലോ, ചിക്കൻ്റെ പീസസ് കറക്റ്റായിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന്. ഇനി നമ്മൾ മറിച്ചിട്ട ശേഷം വീണ്ടും ആ മസാലയിൽ നമ്മൾ ഓയിൽ മിക്സ് ചെയ്തില്ലേ, ആ മസാല ഒന്ന് ഈ സൈഡും നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കുക.
നല്ലൊരു ഫ്ലേവറാണ് കിട്ടുക. ഒന്നുകിൽ ആ മസാല നല്ല തന്തൂരിൻ്റെ സ്മോക്ക് ഉണ്ടാവും അതിൽ. അപ്പോൾ ഞാനിവിടെ മിൻറ്റ് സോസും കൂടി ഉണ്ടാക്കിയെടുത്തു. മിൻറ്റ് സോസ് ഇല്ലാതെ പിന്നെ തന്തൂരി ചിക്കൻ എന്താണല്ലോ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയാൽ നമ്മുടെ തന്തൂരി ചിക്കൻ കറക്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തായി തന്നെ വെക്കാം. അപ്പോൾ അത് ആ മിൻറ്റ് സോസും റെഡി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോൻ്റെ റൈറ്റ് ടോപ്പ് കോർണറിലും വെച്ചിട്ടുണ്ട്. എന്തായാലും ചെക്ക് ചെയ്യാം. തന്തൂരി ചിക്കൻ ഒരു 2 മിനിറ്റ് സെർവ് ചെയ്യണ 2 മിനിറ്റ് മുന്നെയാണ് ഓവനിൽ നിന്ന് എടുക്കേണ്ടത്. എന്നിട്ട് ഇതിൽ പെട്ടെന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബട്ടർ നന്നായി കയ്യിൽ ബട്ടറിൻ്റെ ഒരു പീസ് എടുത്ത് നന്നായി എല്ലാ പീസും ബ്രഷ് ചെയ്ത് കുറച്ച് ചാട്ട് മസാല ഇട്ട് നാരങ്ങയും കൂടി പിഴിഞ്ഞ് നന്നായി സെർവ് ചെയ്ത് കൊടുക്കാം. തന്തൂരി ചിക്കൻ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അടിപൊളി ഫ്ലേവറായിരുന്നു. നന്നായി മസാല ഉള്ളിക്കും പിടിച്ചു. എല്ലാ പീസസും ഈക്വലിയാണ് ആ സ്മോക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഫ്ലേവർ അടിപൊളിയായിരുന്നു. മിൻറ്റ് സോസിൻ്റെ കൂടെ പിന്നെ പറയണ്ട, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പ്ലീസ്. So for all my friends from Mumbai, the recipe for tandoori chicken is already uploaded on my channel with English voiceover. So you can check it in the description box and also on the right top corner of the video. Okay? Hope you all like the recipe. നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതി. അപ്പോൾ keep supporting us. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി. സോ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനോടും ഫാമിലിനോടും എല്ലാവരോടും പറഞ്ഞിട്ടൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പ്ലീസ്. ഓക്കെ, ബൈ.